പ്രിയ സ്നേഹിതരെ, ഒരു പോലീസുകാരുടെ ജോലി എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിയമലംഘനം ഉണ്ടാകുകയോ തെറ്റുകൾ, തിന്മകൾ സമൂഹത്തിൽ നടക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ആ തെറ്റുകൾ ഉണ്ടാകുന്നിടത്ത് അത് കണ്ടുപിടിക്കുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ് പോലീസുകാരുടെ ജോലി. അതിന് പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കേണ്ടതാണെങ്കിൽ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിച്ച് തെളിവ് സഹിതം കോടതിയിൽ കൊണ്ട് ഹാജരാക്കി അത് തെളിവുകൾ അവിടെ നിരത്തി അതിൽ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് വരെ പോലീസുകാരുടെ ജോലിയാണ്. ഇനിയും പോലീസുകാരുടെ മറ്റൊരു ജോലി കൂടിയുണ്ട്. നിയമം പാലിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തിനാണ് പോലീസുകാർക്ക് ഈ രണ്ട് ജോലിയും ഉള്ളതെന്നറിയാമോ? ഓരോ മനുഷ്യനും ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഒരു നിയമമുണ്ട്. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നാം ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുവാൻ. പരിധി ലംഘിച്ചാൽ നിയമം തെറ്റിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പോലീസുകാര്, നിയമം സംരക്ഷിക്കേണ്ടവർ, നിയമപാലകർ അതിൽ ഇടപെടേണ്ടതായി വരുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാറ്റിനും ഓരോ നിയമമുണ്ട്. ഞാൻ സംസാരിക്കുന്നൊരു നിയമമുണ്ട്, നിങ്ങൾ കേൾക്കുന്നൊരു നിയമമുണ്ട്. അതായത് ഞാൻ സംസാരിക്കേണ്ടത് ഇന്നതുപോലെ ആയിരിക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ കേൾവിക്കാർക്ക് അവർക്ക് ചിന്തിക്കുവാൻ ഉപകരിക്കുന്ന രീതിയിൽ വേണം ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുവാൻ. ഇനി കേൾവിക്കാർ ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ജീവിത ക്രമീകരണം വരുത്തേണ്ടതാണെന്ന് ബോധ്യം വന്നാൽ അത് ക്രമീകരണം വരുത്തണം എന്നൊരു നിയമം കൂടെ കേൾവിക്കാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സന്ദേശങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം, വളർച്ചയുണ്ടാകണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. ഒരു അപ്പൻ ഒരു മകനെയോ മകളെയോ ശിക്ഷിക്കുന്ന കണ്ടാൽ നാം എന്തായിരിക്കും പറയുക? ആ മകനോ മകളോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കാം ആ അപ്പൻ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത്. എന്നാൽ ഈ അപ്പൻ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒരു പരിധിയിൽ കൂടുതലായാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അപ്പനോട് പറയും അത്രയും ശിക്ഷിക്കരുത്, മക്കൾ തെറ്റ് ചെയ്തെങ്കിലും അവരെ ശിക്ഷിക്കുന്നതിന് പരിധിയുണ്ട്, ശിക്ഷിക്കുന്നതിനും ഒരു നിയമമുണ്ട് എന്നുള്ളത്. ഇതേപോലെ മക്കൾ അപ്പനമ്മമാരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം എന്നൊരു നിയമം ഉള്ളപ്പോൾ മക്കളും അപ്പനമ്മമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ മക്കളും നിയമം തെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇനി മക്കൾ അപ്പനും അമ്മയും ബഹുമാനിക്കണം എന്ന് വേദപുസ്തകത്തിലും വാക്യമുണ്ട്. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, നിങ്ങൾക്ക് ശുഭകരമായിരിക്കാൻ അപ്പനെയും അമ്മയെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നുള്ളത് പോലെ തന്നെ അപ്പനമ്മമാരോട് പറയുന്ന ഒരു വാക്ക് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കുള്ള നിയമം അറിയാമോ? മക്കളോട് കയ്പായിരിക്കരുത്, അവരെ കോപിപ്പിക്കരുത് എന്ന വാക്കുകൂടെ അപ്പനമ്മമാരെ കുറിച്ച് ഒരു നിയമമായി വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ളത് പോലെ അവിടെയും ചില നിയമങ്ങളുണ്ട്. ദൈവത്തിനും ചില നിയമം അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. നമ്മളും ദൈവത്തിനടുക്കൽ ചെല്ലുന്നതിനും ദൈവത്തോട് സംസാരിക്കുന്നതിനും നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുന്നതിനും ചില നിയമവശങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ നോട്ടത്തിന്, നിയന്ത്രണത്തിന് കീഴിലുള്ള ഏത് മനുഷ്യർക്കും ദൈവത്തിൻ്റെയും കുറെ നിയമങ്ങളുണ്ട്, രാജ്യത്തിന് കുറെ നിയമങ്ങളുണ്ട്. നിയമം തെറ്റിക്കുന്നിടത്ത് അത് കണ്ടെത്തുവാനും തിരുത്തുവാനും ആൾക്കാർ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ രാജ്യത്തിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള ശക്തികളുണ്ട്, നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നിയമപാലകരായി, നിയമം നടത്തുന്നവരായി മാത്രമല്ല നിയമം അനുസരിക്കുന്നവരായി കൂടെ ഇരിപ്പാൻ നാം ബാധ്യസ്ഥരാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇനി ശിക്ഷിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ശിക്ഷിക്കുന്ന ചില രാജ്യങ്ങളിൽ നടക്കുന്നു എന്ന് കണ്ടിട്ട് ചില രാജ്യങ്ങളിൽ അപ്പനമ്മമാര് മക്കളെ ശിക്ഷിക്കുന്നതിന് നിയമവശങ്ങൾ വെച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങൾ പറയുന്നത് മക്കളെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നു.
അങ്ങനെ നമ്മുടെ സംസ്കാരത്തില് ഇന്ത്യയിൽ അങ്ങനെ ഒരു രീതി ഇന്നുവരെ അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്കൂളിലായാലും വീടുകളിലായാലും മക്കളെ അവരുടെ തെറ്റുകൾ കണ്ടാൽ അവരെ വഴക്ക് പറയുക, അവരെ ശാസിക്കുക, അവരെ ശിക്ഷിക്കുക സാധാരണയാണ്. എന്നാൽ മക്കളെ അടിച്ച് ഉപദ്രവിച്ച് അവർക്കൊരു പരിധിയിൽ കൂടുതൽ ശിക്ഷ കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്തും നിയമമില്ല. ബാലശിക്ഷ ഉണ്ട്, എന്നാൽ ബാലശിക്ഷയ്ക്കും പരിധിയുണ്ട്. ഇനി ഒരു കള്ളനെ പിടിച്ചാൽ, ഒരു കൊലപാതകം ചെയ്തവനെ പിടിച്ചാലും, എത്ര വലിയ തെറ്റ് ചെയ്താലും അവനെ തല്ലിക്കൊല്ലാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. കാരണം നിയമം പറയുന്നു കോടതിയിൽ കൊണ്ടുപോയി അവൻ്റെ തെറ്റ് പരിശോധിച്ചിട്ട് മാത്രമേ അവന് ശിക്ഷ കൽപ്പിക്കാവൂ എന്ന്. ഇതേപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത തെറ്റുകൾ തിരുത്താം, ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ, ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്നു എങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിപ്പാൻ വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.